ചേട്ടാ ഞാൻ വന്നു. സുധിച്ചേട്ടാ ഞാൻ വന്നു. രേണു സുധി ശരിക്കും പോയത് പരലോകത്തേക്കാണോ അതോ ബിഗ് ബോസിക്ക് തന്നെയാണോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ മീര. അങ്ങനെ ലക്ഷക്കണക്കിന് മലയാളികളുടെ ആകാംക്ഷ ആയിട്ടുള്ള ഒരു കാത്തിരിപ്പിന് ഇന്നലെ രാത്രി 10:30 കൂടിയിട്ട് വിരാമമായിരിക്കുകയാണ്. നമ്മുടെ രേണു സുധി, അതായത് രേഷ്മ തങ്കച്ചൻ, അങ്ങനെ ബിഗ് ബോസിൽ വന്ന് കാലുകുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സാധനമായിരുന്നു ഇന്നലെ രാത്രി നടന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ നാടകങ്ങളായിരുന്നു. ഞാൻ വാടക വീടായിട്ടുള്ള ചേച്ചീൻ്റെ വീട്ടിൽ ഇതാ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ എവിടെയും പോയിട്ടില്ല. ഒരു ബിഗ് ബോസിൽ നിന്നും എന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പോകും. എന്തൊക്കെ നമ്മൾ കണ്ടു അല്ലേ? ഒരു വലിയ നാടകത്തിനല്ലേ അല്ലേ ഇന്നലെ രാത്രി തിരശ്ശീല വീണത്? അതും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന അത്രയും വലിയൊരു ചാനലിലൂടെയാണ് ഇത് സംഭവിച്ചതും കൂടി. ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. രേണു സുധി എന്താണ് ആഗ്രഹിച്ചിരുന്നത്? അതായത് താൻ ബിഗ് ബോസിൽ കാലുകുത്തുന്നത് അത്രയും വലിയൊരു ഓളം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ള ഒരു കടുത്ത തീരുമാനത്തിലാണ്. എന്നെ ഇതുവരെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല, ഞാൻ അവിടേക്ക് പോകാനായിട്ട് ഒന്നും തന്നെ തയ്യാറായിട്ടില്ല. ഇനി അഥവാ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോകും. ആ ഒരു ഉറപ്പായിട്ട് പോകും എന്നുള്ള ഒരു കാര്യം തന്നെ നമുക്ക് ഏകദേശം തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനൊരു ബിഗ് ബോസ് ഫാനല്ല. ബിഗ് ബോസിലുള്ള എല്ലാ എപ്പിസോഡുകളും കുത്തിയിരുന്ന് കാണുന്ന ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷേ ഇന്നലെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഗ്രാൻഡ് ലോഞ്ച് 7 മണി മുതൽ 10:30 വരെ കുത്തിയിരുന്ന് കണ്ട ആളാണ് ഞാൻ. കാരണം രേണു സുധി ഇനി ബിഗ് ബോസിൽ ഉണ്ടാവൂലേ കുറേ നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം ഇതിനുള്ളിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു എൻട്രി ഒന്ന് കാണണം. എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെയാണ് ഇവിടെ പറയാൻ പോണത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി തന്നെയാണ് ഞാൻ ഇന്നലെ അത്രയും നേരം കുത്തിയിരുന്നത്. ഇത് തന്നെയാണ് അവിടെ രേണു സുധി ആഗ്രഹിച്ചിരുന്നതും. അതായത് ഒരു ബിഗ് ബോസ് ഫാൻ അല്ലാത്ത ആള് പോലും താൻ ബിഗ് ബോസിൽ വരുന്നതിനെ തുടർന്ന് ആ ഒരു ഷോ കാണാൻ തുടങ്ങണം, അതും തനിക്ക് വേണ്ടി കാണാൻ തുടങ്ങണം എന്നുള്ളൊരു കാര്യത്തിനാണ് രേണു സുധി ഇത്രയും സസ്പെൻസ് ആയിട്ട് കൊണ്ട് നടന്ന് കളികൾ കളിച്ചിട്ട് ഒരു വലിയ ഇൻട്രൊഡക്ഷനോടുകൂടി തന്നെ ബിഗ് ബോസിലേക്ക് കയറി പറ്റിയത്. ഇത് തന്നെയാണ് അവർ ആഗ്രഹിച്ചത്, വേറെ ഒന്നുമല്ല. ഇത് തന്നെയാണ് അവർ ആഗ്രഹിച്ചിരുന്നത് അല്ലേ? പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമന്റ് ഇടൂ കേട്ടോ. ബിഗ് ബോസ് പോലും രേണു സുധീൻ്റെ ആ ഒരു വരവിനെ അങ്ങനെയാണ് കണ്ടതും. അതായത് ഏതൊരു ഷോ എടുക്കുകയാണെങ്കിലും അവർക്ക് എന്താണ് വേണ്ടത്? ഓഡിയൻസിനെയാണ് വേണ്ടത്. ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഏതൊരു ഷോ ആണെങ്കിലും, ഒരു TV ഷോ ആണെങ്കിലും, ഇനി സ്റ്റേജ് ഷോ ആണെങ്കിലും, എന്ത് ഷോ ആണെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ ഓഡിയൻസ് വേണം. അപ്പം ഈ ഒരു മലയാളികളായിട്ടുള്ള ജനലക്ഷങ്ങൾ ഇപ്പം എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാധനത്തിൻ്റെ ഫേസാണ്, രേണു സുധീൻ്റെ ഫേസാണ്. അപ്പം ഈ ഒരു ഫേസ് അവിടെ ഉണ്ടാകുന്നുള്ള കാര്യം നമുക്ക് സോഷ്യൽ മീഡിയ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഒരുവിധം അറിയാമായിരുന്നു. പക്ഷേ വീട്ടിൽ TV-ന് മുമ്പിലിരിക്കുന്ന ഒരുപാട് സ്ത്രീകളും കുട്ടികളും അമ്മമാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടാവും. അവർക്കൊക്കെ ഇതൊന്ന് കൺഫേം ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ടാവും. അതുകൊണ്ട് അവരൊക്കെ ഇന്നലെ ഈ ഒരു ബിഗ് ബോസ് ഫാൻ അല്ലെങ്കിലും ബിഗ് ബോസ് കാണുന്നവരല്ലെങ്കിലും അവരെന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവണമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഇത് തന്നെയല്ലേ വേണ്ടത്? അതായത് ഈ ഷോ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു. രേണു സുധീൻ്റെ ഇൻട്രോ എങ്ങനെ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിലും നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിൽ അവർ 100% സക്സസ് ആവുകയും ചെയ്തു. കാരണം ഒരു ബിഗ് ബോസ് ഫാൻ അല്ലാത്ത ആൾ പോലും ഇന്നലെ കുത്തിയിരുന്നത് ഏഷ്യാനെറ്റിലെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇനിയിപ്പോൾ എന്താണ് അവരോട് എത്തി? സുധിച്ചേട്ടൻ്റെ ഭാഗം കൊണ്ട്, സുധിച്ചേട്ടൻ്റെ ആത്മാവിനെ കൊണ്ടാണ് എത്തിയിട്ടുള്ളത്. ഇനിയുള്ള കളികളൊക്കെ നമ്മൾ കാണണം, കണ്ട് തന്നെ അറിയണം. അതായത് ഞാൻ എന്നെ പോലെ തന്നെ നിൽക്കുകയുള്ളൂ, തന്ത്രങ്ങളൊന്നും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല,
അപ്പം ലാലേട്ടൻ ചോദിച്ചു, തന്ത്രങ്ങളൊന്നും ഞാൻ അറിയില്ലേ, അതൊക്കെ വേണ്ടി വരുമല്ലോ. ആണോ? അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മുഖഭാവത്തോട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് രേണുസുധീൻ്റെ കളികൾ, കണ്ടന്റുകൾ വാരി വെതറോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.